ഇന്ന് കിഴക്കിന്റെ വെളിച്ചം എന്ന ശീർഷകത്തിലുള്ള പ്രസംഗത്തിലൂടെ നമുക്ക് ദൈവവചനത്തെക്കുറിച്ച് പഠിക്കുവാൻ കുറച്ച് സമയമെടുക്കാം. അന്ത്യനാളുകളിൽ കിഴക്കുനിന്നു പ്രത്യക്ഷപ്പെടുന്ന ദൈവത്തെ നാം കണ്ടുമുട്ടണമെന്ന് ബൈബിൾ പ്രവചിച്ചു. വെളിപ്പാടിന്റെ പുസ്തകത്തിലൂടെ അപ്പോസ്തലനായ യോഹന്നാൻ ദൈവത്തെ ആത്മാവും മണവാട്ടിയും എന്ന് വിശേഷിപ്പിക്കുന്നു. ആത്മാവും മണവാട്ടിയും കിഴക്കുനിന്നുള്ള വെളിച്ചമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ വെളിച്ചത്തെക്കുറിച്ച് നമുക്ക് 1 യോഹന്നാൻ അധ്യായം 1 വാക്യം 5 നോക്കാം. അധ്യായം 1 വാക്യം 5. ദൈവം വെളിച്ചം ആകുന്നു. അവർ എന്താണ് പറഞ്ഞത്? അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ടു നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്കു പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. വാക്യം 7. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നതുപോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1 അധ്യായത്തിലെ 5 വാക്യം നോക്കുമ്പോൾ ഇവിടെ ആരെയാണ് വെളിച്ചം എന്ന് പറയുന്നത്? ദൈവം വെളിച്ചം ആകുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് യെശയ്യാവ് 9 അധ്യായം 1 വാക്യത്തിലേക്ക് പോകാം. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ട് അവൻ സെബൂലൂൻ ദേശത്തിനും നാഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം അവർ എന്താണ് കണ്ടത്? വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്തു പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. യേശു ഈ ഭൂമിയിൽ വരുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ക്രിസ്തു ഗലീലയിലായിരിക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തിന്മേൽ വലിയൊരു വെളിച്ചം ഉദിച്ചിരിക്കുന്നതിനാൽ ജാതികളുടെ ഗലീലി അതിയായി മഹത്വപ്പെടും. യേശു ഗലീലയിൽ അവിടുത്തെ സുവിശേഷാവേല നിർവഹിച്ചപ്പോൾ യെശയ്യാ പ്രവാചകൻ അതിനെ ഒരു വലിയ വെളിച്ചം പ്രകാശിക്കുന്നതായി വിശേഷിപ്പിച്ചു. നമുക്ക് 9 അധ്യായം 6 വാക്യത്തിലേക്ക് പോകാം. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം. അവിടുന്ന് ആരാണ്? നിത്യ പിതാവ്. യെശയ്യാ ആരെയാണ് പിതാവെന്ന് വിളിച്ചത്? ദൈവത്തെ മാത്രമാണ്. യഹോവയായ പിതാവായ ദൈവം ഒരു ശിശുവായും ഒരു മകനായും ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് ബൈബിൾ പറയുന്നു. അവിടുന്ന് വരുമ്പോൾ എവിടെ നിന്നാണ് അവിടുത്തെ സുവിശേഷാവേല നിർവഹിക്കുന്നത്? അത് ഗലീലയിൽ നിന്നാണ്. അതിനാൽ അന്ധകാരത്തിൽ നടക്കുന്ന ജനങ്ങൾ എന്താണ് കണ്ടത്? അവർ ഒരു വലിയ വെളിച്ചം കണ്ടു. 1 യോഹന്നാൻ 1 അധ്യായം 5 അനുസരിച്ച് ആരെയാണ് വെളിച്ചം എന്ന് പ്രതിനിധീകരിക്കുന്നത്? ദൈവം വെളിച്ചം ആകുന്നു എന്ന് ഇത് പറയുന്നു. ഈ വിധത്തിൽ ദൈവം ഈ ഭൂമിയിൽ വന്ന് സുവിശേഷം നടപ്പിലാക്കി. ഈ ലോകത്തിലെ ആളുകൾ ലോകത്തിൽ തെറ്റായി പഠിച്ച എല്ലാ ഭൗതിക ചിന്തകളെയും ഭൗതിക ഉപദേശങ്ങളെയും സ്വർഗത്തിൽ നിന്നുള്ള ഉപദേശങ്ങളെ ഉപയോഗിച്ച് പരാജയപ്പെടുത്തി. ഇതുകൊണ്ടല്ലേ നമുക്ക് സ്വർഗരാജ്യത്തിനായുള്ള പ്രത്യാശയും നിത്യജീവന്റെ അനുഗ്രഹവും ദൈവരാജ്യത്തിലുള്ള വിശ്വാസവും ഉണ്ടാകുവാൻ കഴിയുന്നത്. ഈ പഠിപ്പിക്കലുകളെല്ലാം അവർ ഒരു വലിയ വെളിച്ചത്തെ കണ്ടിരിക്കുന്നു എന്ന് ആവിഷ്കരിക്കപ്പെട്ടു. നമുക്ക് യോഹന്നാൻ 12 അധ്യായം നോക്കാം. യോഹന്നാൻ അധ്യായം 12 വാക്യം 35. അതിന് യേശു അവരോട്, ഇനി കുറെക്കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചം ഉള്ളിടത്തോളം നടന്നുകൊള്ളുവിൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ. നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കൾ ആകേണ്ടത്. ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പിൻ.
യേശുക്രിസ്തു ഭൂമിയിൽ ആയിരുന്നപ്പോൾ ഉള്ള കാലത്തെ ബൈബിൾ എങ്ങനെയാണ് വിവരിച്ചത്? നിങ്ങൾക്ക് വെളിച്ചം ഉണ്ട് എന്ന രീതിയിൽ ഇത് പ്രകടിപ്പിക്കുന്നു. ഈ സമയങ്ങളിൽ ഇരുട്ട് നമ്മെ പിടികൂടുന്നതിനു മുമ്പ് ദൈവം നമ്മെ ജാഗരൂകരായിരിക്കുവാൻ ഉണർത്തുകയും വെളിച്ചം ഉള്ളിടത്തോളം നടപ്പാൻ പറയുകയും ചെയ്തു. യേശു ഇസ്രായേലിലെ ബെത്തലേഹേമിൽ ജഡത്തിൽ ജനിക്കുകയും മനുഷ്യരാശിയുടെ രക്ഷയ്ക്കുവേണ്ടി ഗലീലിയിൽ പ്രസംഗിക്കുകയും ചെയ്തു. ഗലീലിയും യേശുവിന്റെ സുവിശേഷ ശുശ്രൂഷയും തമ്മിൽ വേർപിരിയാനാവാത്ത ഒരു ബന്ധം ഉണ്ടായി. അങ്ങനെ അവിടുന്ന് ഗലീലക്കാരൻ എന്ന പേര് പോലും ലഭിച്ചു. ഈ രംഗങ്ങളെല്ലാം യേശു വെളിച്ചമാണെന്ന് ബൈബിളിലൂടെ കാണിക്കുന്നു. യേശു ഭൂമിയിലായിരിക്കുന്ന കാലയളവ് വെളിച്ചം ഉള്ള സമയമാണെന്ന് യേശു വിശദീകരിച്ചു. നമുക്ക് യോഹന്നാൻ 1:1 പോകാം. ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന യേശുക്രിസ്തു ദൈവമാണെന്ന് കാണിക്കുന്ന രംഗം നമുക്ക് നോക്കാം. 1:1 ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവം ആയിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ എന്തായിരുന്നു ആ ജീവൻ? അത് മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വാക്യം 5. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ഇരുളോ? ഇരുട്ട് എന്താണ് ചെയ്യാത്തത്? അത് അതിനെ പിടിച്ചടക്കിയില്ല. വെളിച്ചമായ ദൈവം ഈ ഭൂമിയിൽ വന്ന് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി പഠിപ്പിച്ചുകൊണ്ട് ജാഗരൂകരാക്കുകയും മനുഷ്യരാശിയോട് സത്യം പ്രസംഗിക്കുകയും ചെയ്തു. എന്നിരുന്നാലും അന്ധകാരത്തിൽ അകപ്പെട്ടവർക്ക് അവിടുത്തെ വാക്കുകൾ മനസ്സിലായില്ല. ഇവിടെ വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു എന്ന് പറയുന്നു. ഈ വെളിച്ചം ക്രിസ്തുവല്ലേ? 6 വാക്യം തുടരാം. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ചു സാക്ഷ്യം. യേശുക്രിസ്തുവിനെക്കുറിച്ചു സാക്ഷ്യപ്പെടുത്തുവാൻ ഒന്നാമത് വന്ന ഏലിയ അല്ലേ സ്നാപക യോഹന്നാൻ? വെളിച്ചത്തെക്കുറിച്ച് സാക്ഷീകരിക്കുവാനാണ് സ്നാപക യോഹന്നാൻ വന്നതെന്ന് ബൈബിൾ പറയുന്നു. നമുക്ക് 7 വാക്യത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഇതേക്കുറിച്ച് നോക്കാം. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ചു സാക്ഷ്യം പറവാൻ തന്നെ വന്നു. അവർ എന്താണ് ചെയ്യേണ്ടത്? ആ വെളിച്ചം നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അവൻ പറഞ്ഞു. അവർ വെളിച്ചം വിശ്വസിക്കണം. വാക്യം 8. അവൻ വെളിച്ചം ആയിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു. ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു. 1:1 വചനം ദൈവമായിരുന്നുവെന്നും ദൈവം ജഡമായി തീർന്നുവെന്നു പറയുന്നു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ഏകജാതനായ പുത്രൻ എന്നത് ആരെയാണ് സൂചിപ്പിക്കുന്നത്? അത് യേശുവിനെയാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ജഡമായി തീരുകയും നമ്മുടെ ഇടയിൽ അവിടുത്തെ വാസസ്ഥലമാക്കുകയും ചെയ്തു. നാം അവിടുത്തെ മഹത്വം കണ്ടു. അവിടുന്ന് ആരായിരുന്നു? അവിടുന്ന് ഏകജാതനായ പുത്രനായ യേശുക്രിസ്തു ആയിരുന്നു. യേശുവിനെക്കുറിച്ച് അപ്പോസ്തലനായ യോഹന്നാൻ 1:1 അവിടുന്ന് വെളിച്ചമാണെന്ന് പറഞ്ഞു. അതിനാൽ 1 യോഹന്നാൻ 1:5 നമ്മോട് ആരാണ് ദൈവം എന്ന് പറയുന്നു. അത് ദൈവത്തെ വെളിച്ചമായി വിവരിക്കുന്നു. ഈ വെളിച്ചത്തിൽ എന്താണ് അപ്രത്യക്ഷമാകുന്നത്? അന്ധകാരം അപ്രത്യക്ഷമാകുന്നു. നമ്മുടെ പ്രവൃത്തികൾ ശരിയോ തെറ്റോ ആകട്ടെ, അല്ലെങ്കിൽ നമ്മൾ പിന്തുടരുന്ന സത്യം സത്യമോ തെറ്റോ ആകട്ടെ, വെളിച്ചമായ ദൈവം ഈ ഭൂമിയിൽ സന്നിഹിതനായിരിക്കുമ്പോൾ മാത്രമേ ഈ വ്യത്യാസങ്ങളെല്ലാം സാധ്യമാകൂ. ദൈവം സന്നിഹിതനായിരിക്കുമ്പോൾ മാത്രമേ
അവിടുത്തെ പഠിപ്പിക്കലുകൾ സ്വീകരിക്കുന്നവർക്ക് ഈ വെളിച്ചത്തെ ഇരുട്ടിന്റെ ലോകത്തോട് പ്രസംഗിക്കുവാൻ കഴിയും. ഏതെങ്കിലും ഭൗതിക ശക്തിയാൽ ഇരുട്ടിനെ മറികടക്കുവാൻ കഴിയുമോ? ഇല്ല, ഇരുട്ടിനെ ഈ രീതിയിൽ മറികടക്കുവാൻ കഴിയില്ല. ഏറ്റവും ഉച്ച ശബ്ദമുള്ള വ്യക്തി പോയിക്കൊള്ളുക എന്ന് ആക്രോശിച്ചാൽ ഇരുട്ട് ഒരിക്കലും നീങ്ങിപ്പോവുകയില്ല. ധാരാളം പണം വാഗ്ദാനം ചെയ്യപ്പെട്ടാലും ഇരുട്ട് അപ്രത്യക്ഷമാവുകയില്ല. ഭീഷണിപ്പെടുത്തിയാലും അത് പിൻവാങ്ങുകയില്ല. എന്നിരുന്നാലും ഏറ്റവും ചെറിയ വെളിച്ചം പോലും അന്ധകാരത്തെ അകറ്റുന്നു. അവിടെ വെളിച്ചമുള്ളപ്പോൾ ഇരുട്ട് അപ്രത്യക്ഷമാകുന്നു. അങ്ങനെയെങ്കിൽ ദൈവം ആരെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്? അവിടുന്ന് വെളിച്ചമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ലോകത്തിലെ സകല അന്ധകാരത്തെയും പരാജയപ്പെടുത്തുവാൻ ഒരേയൊരു മാർഗമേയുള്ളൂ, ഈ വെളിച്ചം പ്രകാശിപ്പിക്കുക എന്നല്ലാതെ മറ്റെന്താണ്? അതുകൊണ്ടാണ് ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളായിരിക്കുവിൻ എന്ന് യേശു നമ്മോട് പറഞ്ഞത്. കൂടാതെ നമ്മെ വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാക്കി, ശരിയല്ലേ? എന്നിരുന്നാലും കിഴക്കുനിന്നുള്ള അവസാനത്തെ വെളിച്ചം ഒരു വെളിച്ചത്തെ പുറപ്പെടുവിക്കുവാൻ രൂപകൽപ്പന ചെയ്തിട്ടില്ല, മറിച്ച് 2 വെളിച്ചത്തെ പുറപ്പെടുവിക്കാനാണ്. നമുക്ക് വെളിപ്പാട് 22-ാം അധ്യായം നോക്കാം. വെളിപ്പാട് 22-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. മത്തായി അധ്യായം 28 വാക്യം 19 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആളുകളെ സ്നാനപ്പെടുത്തുവാൻ നമ്മോട് കൽപ്പിച്ച ദൈവമാണ് ബൈബിളിൽ ആത്മാവ് എന്നത് പറയുന്നത്. അവിടുന്ന് ത്രിത്വമാണ്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അവിടുന്ന് 3 വ്യത്യസ്ത രൂപങ്ങളല്ല. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. പിതാവായ ദൈവം, മാതാവായ ദൈവം നമ്മുടെ പിതാവിന്റെ മണവാട്ടിയായ പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഈ അന്ധകാര ലോകത്തെ വെളിച്ചത്താൽ പ്രകാശിപ്പിക്കുന്ന ദൈവം ആത്മാവും മണവാട്ടിയുമാണ്, അതായത് പിതാവായ ദൈവവും മാതാവായ ദൈവവുമാണ്. അന്ധകാര ലോകത്തെ പരാജയപ്പെടുത്തുവാനും അവരുടെ മക്കളെ വെളിച്ചത്തിലേക്ക് നയിക്കുവാനും അവിടുന്ന് ഒന്നിച്ചു പ്രത്യക്ഷപ്പെട്ടു. ഇക്കാരണത്താൽ ദൈവം നമ്മെ വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും എന്ന് വിളിക്കുന്നില്ലേ? അതുകൊണ്ടാണ് ദുഷ്ടനായ സാത്താൻ ഈ വെളിച്ചം പ്രകാശിക്കുമ്പോൾ അതിനെ വെറുക്കുന്നത്. അതിനാൽ അവൻ നമ്മുടെ പിതാവിന്റെയും മാതാവിന്റെയും മഹത്വത്തെ ദുർബലപ്പെടുത്തുന്നു. നമുക്ക് 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് പോകാം. 2 കൊരിന്ത്യർ അധ്യായം 4 വാക്യം 4. ദൈവപ്രതിമയായ ഈ ലോകത്തിന്റെ ദൈവം പിശാചാണ്, ശരിയല്ലേ? ദൈവപ്രതിമയായ അവൻ എന്താണ് ചെയ്തത്? അവൻ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സു കുരുടാക്കി. ഞങ്ങളെ തന്നെ അല്ല, ക്രിസ്തുയേശുവിനെ കർത്താവ് എന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നു. ഇരുട്ടിൽ നിന്നു വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് അവിടുന്ന് എന്തായിരുന്നു ചെയ്തത്? അവിടുന്ന് അവിടുത്തെ പ്രകാശം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മുഴുവൻ പ്രകാശിച്ചിരിക്കുന്നു. അതിനാൽ എല്ലാവരും ഈ അഗാധമായ സത്യം സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും വേണം. പുതിയ നാമം അറിയാത്ത ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് നാം പുതിയ നാമത്തിൽ പ്രാർത്ഥിക്കുകയും പുതിയ നാമത്തെ സ്തുതിക്കുകയും ചെയ്യേണ്ടതെന്നും എന്തുകൊണ്ടാണ് പുതിയ നാമം പരിശുദ്ധാത്മാവിന്റെ യുഗത്തിൽ രക്ഷകന്റെ നാമമായിരിക്കേണ്ടതെന്നും അവർക്കറിയില്ല. ഇതുവരെ വെളിച്ചം ലഭിച്ചിട്ടില്ലാത്തവർ വലിയ ആശയക്കുഴപ്പത്തിലാണ്. മാത്രമല്ല അവർ ബുദ്ധിമുട്ടുന്നു. അതിനു കാരണം ഈ ലോകത്തിന്റെ ദൈവം അവരുടെ മനസ്സിനെ കുരുടാക്കുന്നു. ആളുകളുടെ ഭൂതകാല പ്രവൃത്തികൾ, അവരുടെ മുൻശീലങ്ങൾ, ലൗകിക അറിവ് എന്നിവയെല്ലാം ദൈവമഹത്വത്തെക്കുറിച്ചുള്ള അറിവിന്റെ വെളിച്ചത്തെ തടയുന്ന തടസ്സങ്ങളാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ യോഹന്നാൻ അധ്യായം 10 വാക്യം 30 ഞാനും പിതാവും ഒന്നാണ് എന്ന് പറഞ്ഞു. യഹൂദന്മാർ, പരീശന്മാർ, ശാസ്ത്രിമാർ, പുരോഹിതന്മാർ
ദൈവത്തിൽ തീക്ഷ്ണമായി വിശ്വസിക്കുന്നുവെന്ന് അവകാശപ്പെട്ട എല്ലാവരും യേശു ദൈവദൂഷണം പറഞ്ഞുവെന്ന് പറഞ്ഞ് യേശുവിനെ കല്ലെറിയുവാൻ ശ്രമിച്ചതിൽ മുൻപന്തിയിലായിരുന്നു. ദൈവം ജഡത്തിൽ വരുമെന്ന യെശയ്യാവിന്റെ പ്രവചനം ഉണ്ടായിരുന്നിട്ടും ഒരു മനുഷ്യനായിരിക്കെ യേശു എങ്ങനെ ദൈവമാകും എന്ന് അവർ ചോദിച്ചു. 2 കൊരിന്ത്യർ 4 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അത്തരം ചിന്തകൾ നിമിത്തം ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ വെളിച്ചം മുഴുവൻ മനുഷ്യരാശിയുടെയും മേൽ പ്രകാശിക്കുന്നത് അവർ തടഞ്ഞു. അങ്ങനെയെങ്കിൽ നമ്മുടെ കാര്യം എങ്ങനെയാണ്? ദൈവം നമുക്ക് മഹത്വത്തിന്റെ വെളിച്ചം കാണിച്ചു തന്നിരിക്കുന്നു. ഇക്കാരണത്താലാണ് നാം പുതിയ നാമവും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും യുഗത്തെക്കുറിച്ചുള്ള സത്യം മനസ്സിലാക്കുന്നത്. യേശു വരുന്നതിനു മുമ്പ് ആളുകൾ യഹോവയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചത് എന്തുകൊണ്ടാണെന്ന് നാം മനസ്സിലാക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഈ യുഗത്തിൽ നാം യേശുവിന്റെ പുതിയ നാമത്തിൽ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയാം. ദൈവം വെളിച്ചമായതിനാൽ നാം ദൈവത്തെ സ്വീകരിക്കുന്നില്ലെങ്കിൽ നമുക്ക് വെളിച്ചം ലഭിച്ചുവെന്ന് ഒരിക്കലും പറയുവാനും കഴിയില്ല. ആത്മാവും മണവാട്ടിയുമായി വന്ന പിതാവും മാതാവുമായ എലോഹിം ദൈവത്തിന്റെയും സത്യത്തിന്റെ വെളിച്ചവും മഹത്വത്തിന്റെ വെളിച്ചവും നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് പറയുവാൻ കഴിയില്ല. ബൈബിളിൽ ദൈവത്തിന്റെ പുരുഷരൂപത്തെ വെളിച്ചമായി പ്രതിനിധീകരിക്കുന്ന യേശുവിനെക്കുറിച്ച് നിരവധി പരാമർശങ്ങളുണ്ട്. അതുപോലെ ദൈവത്തിന്റെ സ്ത്രീരൂപത്തെ വെളിച്ചമായി പ്രതിനിധീകരിക്കുന്ന മാതാവായ ദൈവത്തിന്റെ സത്യത്തിലേക്ക് നാം ഉണർന്നിരിക്കുന്നു. യെശയ്യാവ് 60 അധ്യായത്തിലൂടെ നമുക്ക് ഇത് സ്ഥിരീകരിക്കാം. യെശയ്യാവ് അധ്യായം 60 യെരൂശലേമിന് ലഭിക്കുന്ന മഹത്വത്തെക്കുറിച്ച് പാടുന്നു. നമുക്ക് യെശയ്യാവ് 60 അധ്യായം 1 വാക്യം നോക്കാം. എഴുന്നേറ്റു, നാം എന്താണ് ചെയ്യേണ്ടത്? പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ടു. എന്തു ചെയ്യും? ജാതികളെയും മൂടുന്നു. ആരെ? എല്ലാം ജാതികളെയും മൂടുന്നു. ഈ ലോകത്തിന്റെ ദൈവം ഇത് ചെയ്യുന്നു. ഈ ഇരുട്ടിലൂടെ ആളുകൾക്ക് ദൈവത്തിന്റെ അസ്തിത്വം തിരിച്ചറിയുവാൻ കഴിയുന്നില്ലെന്നും അത് വിശ്വാസത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും നമ്മൾ ഇപ്പോൾ പരിശോധിച്ച ബൈബിൾ ഭാഗം പറയുന്നു. വായുശക്തിയുടെ അധിപൻ, അതായത് പിശാച്, ദൈവജനം ദൈവത്തെ ശരിയായി മനസ്സിലാക്കുന്നതിൽ നിന്ന് തടയുവാൻ ശ്രമിക്കുന്നു. ഗലീലിയിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? ഒരിക്കലും വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത അയാൾക്ക് എങ്ങനെ അക്ഷരങ്ങളും അക്കങ്ങളും പഠിക്കുവാൻ കഴിയും? അവന്റെ അച്ഛൻ ഒരു മരപ്പണിക്കാരനും അമ്മ ഒരു സാധാരണ സ്ത്രീയുമായിരുന്നു. അത്തരമൊരു കുടുംബത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരാൾക്ക് മഹാനായ ഒരാളായി വരുവാൻ കഴിയുക? തുടങ്ങിയവ എല്ലാറ്റിനെയും ഭൗതികമായ ഒരു വീക്ഷണകോണിൽ നിന്ന് നോക്കിക്കാണുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു വലയാണ് സാത്താൻ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് മത്തായി 11 അധ്യായത്തിൽ യേശു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നൽകിയത്. എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. നാം സ്വർഗത്തിൽ ആയിരുന്ന കാലം മുതൽ ഈ ഭൂമിയിലെ അവസാന നിമിഷം വരെ സാത്താൻ ദൈവത്തിന്റെ മഹത്വം മറച്ചുവെക്കുന്നു. ചിലപ്പോൾ പീഡനത്തിലൂടെയും ചിലപ്പോൾ വഞ്ചനയിലൂടെയും നമ്മുടെ പിതാവിനെയും മാതാവിനെയും പലവിധത്തിൽ അവിശ്വാസികളാക്കി സത്യത്തിലൂടെയുള്ള നമ്മുടെ രക്ഷയും സ്വാതന്ത്ര്യവും പൂർണ്ണമായും കവർന്നെടുക്കുവാൻ അവർ ശ്രമിക്കുന്നു. ആളുകൾ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നതിനാൽ ഭൗതിക ലോകത്തെക്കുറിച്ച് അവർക്ക് ഒരു ബോധം മാത്രമേ ഉള്ളൂ എന്നും ആത്മീയ ബോധം ഇല്ലെന്നും പറയുന്നതിൽ അതിശയോക്തിയില്ല. അതുകൊണ്ടല്ലേ ദൈവം അവിടുത്തെ വചനങ്ങൾ ബൈബിളിലൂടെ നമുക്ക് നൽകിയത്. നമുക്ക് ഗ്രഹിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയാത്ത ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ വാക്കുകളിൽ വിശ്വസിക്കുകയും അവ പിന്തുടരുകയും ചെയ്താൽ നിങ്ങൾക്ക് പാപമോചനവും സ്വർഗത്തിൽ നിത്യരക്ഷയും ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ഉണർത്തിയിരിക്കുന്നു. ആ സത്യങ്ങളിലൊന്നാണ് വെളിച്ചത്തിൽ വിശ്വസിക്കുക എന്നത്. യെശയ്യാവ് 60 അധ്യായം 1 വാക്യം നമുക്ക് വീണ്ടും നോക്കാം. എഴുന്നേറ്റു, പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ടു ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും.
ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും നിന്റെ പ്രകാശം യെരൂശലേമിന്റെ വെളിച്ചത്തെ സൂചിപ്പിക്കുന്നു. ജാതികൾ നിങ്ങളുടെ വെളിച്ചത്തിലേക്ക് വരും. രാജാക്കന്മാർ അവർ എവിടേക്കാണ് വരുന്നത്? നിന്റെ ഉദയശോഭയിലേക്കും വരും. ഇത് ഒരു പ്രവാചകനിലൂടെ ദൈവം രേഖപ്പെടുത്തിയ ഒരു പ്രവചനമാണ്. അതിനാൽ ഇത് ഒഴിവാക്കാനാവാത്ത ഒരു പ്രവചനമാണ്. ഇത് തീർച്ചയായും സംഭവിക്കണം. ഇങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ എത്ര കൃത്രിമമായി അതിനെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചാലും പ്രവചനം പ്രവചിച്ചതുപോലെ തന്നെ പൂർത്തിയാകും. 4-ാം വാക്യം തുടരാം. നീ തല പൊക്കി ചുറ്റും നോക്കുക, അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. എല്ലാ ജാതികളും യെരൂശലേമിന്റെ മഹത്വത്തിന്റെ വെളിച്ചത്തിലേക്ക് വരും. എല്ലാ രാജാക്കന്മാരും യെരൂശലേമിന്റെ മഹത്വത്തിന്റെ വെളിച്ചത്തിലേക്ക് വരും. ഇത് സംഭവിക്കുമോ ഇല്ലയോ? ഇത് തീർച്ചയായും സംഭവിക്കണം. ഈ ചരിത്രമെല്ലാം ഏതെങ്കിലും കൃത്രിമ പരിശ്രമത്തിലൂടെയല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രവചന പരിപാലനത്തിലൂടെയാണ് പൂർത്തീകരിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത്. 4-ാം വാക്യം തുടരാം. നീ തല പൊക്കി ചുറ്റും നോക്കുക, അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരത്തുനിന്നു വരും, നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കൽ വഹിച്ചു കൊണ്ടുവരും. അപ്പോൾ നീ കണ്ടു ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ചു വികസിക്കും. സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ ചേരും, ജാതികളുടെ സമ്പത്തു നിന്റെ അടുക്കൽ വരും. ലോകത്തിലെ എല്ലാ ജനങ്ങളിലേക്കും ജെറുസലേമിന്റെ മഹത്വം വ്യാപിക്കുമ്പോൾ അവരുടെ അന്ധകാരം അകറ്റി അവരുടെ ഹൃദയങ്ങളിൽ സത്യത്തിന്റെ വെളിച്ചം പൂർണ്ണമായും പരത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ദൈവം നമ്മോട് പറയുന്നു. നമുക്ക് 12-ാം വാക്യത്തിലേക്ക് പോകാം. നിന്നെ സേവിക്കാത്ത ജാതിയും രാജ്യവും നശിച്ചു പോകും, ആ ജാതികൾ അശേഷം ശൂന്യമായി പോകും. നമുക്ക് 14-ാം വാക്യത്തിലേക്ക് പോകാം. നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും. നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ചു നമസ്കരിക്കും. അവർ നിന്നെ യഹോവയുടെ നഗരം എന്നും ഇസ്രായേലിൻ പരിശുദ്ധന്റെ സിയോൻ എന്നും വിളിക്കും. നമുക്ക് 20-ാം വാക്യത്തിലേക്ക് പോകാം. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല. യഹോവ നിന്റെ അവിടുന്ന് എന്താകും? നിങ്ങളുടെ നിത്യപ്രകാശമായിരിക്കും. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. നിന്റെ ജനമൊക്കെയും നീതിമാന്മാരാകും. ഞാൻ മഹത്വപ്പെടേണ്ടതിനു എന്റെ നടുതലയുടെ മുളയും എന്റെ കൈകളുടെ പ്രവൃത്തിയും ആയിട്ട് അവർ ദേശത്തെ സദാകാലത്തേക്കു കൈവശമാക്കും. കുറഞ്ഞവൻ ആയിരോ നിങ്ങൾ എന്താകും? നിങ്ങൾ ചെറിയവൻ മഹാജാതിയും ആയിത്തീരും. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. എപ്പോഴാണോ അത് സംഭവിക്കുന്നത്? യെരൂശലേമിന്റെ മഹത്വം ഘോഷിക്കപ്പെടുകയും ലോകത്തിലെ എല്ലാ ജനങ്ങളിലേക്കും വ്യാപിക്കുകയും ചെയ്യും. നമുക്ക് 49-ാം അധ്യായം നോക്കാം. യെശയ്യാവ് അധ്യായം 49 വാക്യം 17. നിന്റെ മക്കൾ ബദ്ധപ്പെട്ടു വരുന്നു, നിന്നെ നശിപ്പിച്ചവരും ശൂന്യമാക്കിയവരും നിന്നെ വിട്ടുപോകുന്നു. തലപൊക്കി ചുറ്റും നോക്കുക, ഇവർ എല്ലാവരും നിന്റെ അടുക്കൽ വന്നു കൂടുന്നു. അവർ എന്താണ് ചെയ്യുന്നത്? അവർ ഒരുമിച്ചു കൂടുന്നു. എന്നാണ് നീ അവരൊക്കെയും ആഭരണം പോലെ അണികയും ഒരു മണവാട്ടിയെ എന്ന പോലെ അരയ്ക്കു കെട്ടുകയും ചെയ്യും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ ശൂന്യസ്ഥലങ്ങളും പാഴിടങ്ങളും നാശം ഭവിച്ച ദേശവുമോ ഇപ്പോൾ നിവാസികൾക്കു പോരാതെ വരും. നിന്നെ വിഴുങ്ങിക്കളഞ്ഞവർ ദൂരത്ത് അകന്നിരിക്കും. വാക്യം 20. നിന്റെ പുത്രഹീനതയിലെ മക്കൾ സ്ഥലം പോരാതിരിക്കുന്നു, പാർപ്പാൻ സ്ഥലം തരിക എന്ന് നിന്നോട് പറയും. അപ്പോൾ നീ നിന്റെ ഹൃദയത്തിൽ, ഞാൻ പുത്രഹീനയും വന്ധിയും പ്രവാസിനിയും അലഞ്ഞു നടക്കുവളും ആയിരിക്കെ ആർ ഇവരെ പ്രസവിച്ചു വളർത്തിത്തന്നിരിക്കുന്നു. ഞാൻ ഏകാകിയായിരുന്നുവല്ലോ, ഇവർ എവിടെ ആയിരുന്നു എന്നു പറയും. വാക്യം 22. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ജാതികൾക്ക് എന്റെ കൈ ഉയർത്തുകയും വംശങ്ങൾക്ക് എന്റെ കൊടി കാണിക്കുകയും ചെയ്യും. അവർ നിന്റെ പുത്രന്മാരെ തങ്ങളുടെ മാർവിലണച്ചും പുത്രിമാരെ തോളിൽ എടുത്തും കൊണ്ടുവരും. രാജാക്കന്മാർ നിന്റെ പോറ്റപ്പന്മാരും അവരുടെ രാജ്ഞികൾ നിന്റെ പോറ്റമ്മമാരും ആയിരിക്കും. അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങി നിന്റെ കാലിലെ പൊടി നക്കും.
내 발에 티끌을 핥을 것이니 ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല എന്നും നീ അറിയും. 아니하리라 그였습니다. യെശയ്യാവ് 60-ലും യെശയ്യാവ് 49-ലും ഉള്ള ഈ പ്രവചനങ്ങളെല്ലാം യെരുശലേമിന്റെ മഹത്വം ലോകം മുഴുവൻ അറിയപ്പെടുകയും അവളുടെ മഹത്വത്തിന്റെ വെളിച്ചത്താൽ പ്രകാശിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന രംഗങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഗലാത്യർ 4-ാം 26-ാം വാക്യത്തിലേക്ക് തിരിയുന്നതിലൂടെ യെരൂശലേം ആരെ പരാമർശിക്കുന്നുവെന്ന് നോക്കാം. ഗലാത്യർ 4-ാം 26-ാം മീതെയുള്ള യെരൂശലേമോ ആരാണ്? സ്വതന്ത്രയാകുന്നു അവൾ തന്നെ. അവിടുന്ന് ആരാണ്? നമ്മുടെ അമ്മ. അവിടുന്ന് നമുക്ക് ഭൗതിക ജീവൻ നൽകിയ നമ്മുടെ ഭൗതിക അമ്മയാണോ? അവിടുന്ന് മുകളിലാണ്. അവിടുന്ന് സ്വർഗീയ യെരൂശലേമാണ്. അവിടുന്ന് നമ്മുടെ ആത്മീയ മാതാവാണ്. നമുക്കു പിതാവായ ദൈവമുണ്ട്, എന്നാൽ മറ്റാരാണ് നമുക്കുള്ളത്? നമുക്ക് മാതാവായ ദൈവവുമുണ്ട്. അതിനാൽ പിതാവായ ദൈവവും മാതാവായ ദൈവവും മനുഷ്യരാശിയെയും മറ്റെല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചുവെന്ന് ഉൽപ്പത്തി അധ്യായം 1 രേഖപ്പെടുത്തിയിട്ടില്ലേ? അവിടുന്ന് വെളിപ്പാട് 22-17 ആത്മാവും മണവാട്ടിയുമാണ്. അവിടുന്ന് തങ്ങളുടെ പ്രകാശം സകല മനുഷ്യരാശിക്കും പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് എല്ലാ ആളുകളോടും എന്താണ് പറയുന്നത്? സ്വർഗത്തിൽ പോയി പാപമോചനം നേടുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം എവിടേക്ക് പോകണം? ആത്മാവിന്റെയും മണവാട്ടിയുടെയും അടുക്കലേക്ക് വരണം. ഇന്ന് കടൽത്തീരത്തെ മണൽത്തരികൾ പോലെ എണ്ണമറ്റ സഭകളുണ്ട്. പിതാവായ ദൈവത്തിലേക്കും മാതാവായ ദൈവത്തിലേക്കും വരുവാൻ മനുഷ്യരാശിയെ വിളിക്കുന്നത് ഏത് സഭയാണ്? അത് ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന നമ്മുടെ ദൈവസഭയാണ്. ഈ ലോകത്തിലെ ദൈവങ്ങൾ എപ്പോഴും ദൈവസഭയുടെ സത്യത്തിന്റെ വെളിച്ചത്തിൽ വിശ്വസിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ഗലാത്യർ അധ്യായം 4, വെളിപ്പാട് അധ്യായം 22, ഉൽപ്പത്തി അധ്യായം 1-11, യെശയ്യാവ് അധ്യായം 6 എന്നിവയിലെ വാക്കുകളിലൂടെയും അവിടെ നാം വായിക്കുന്ന എല്ലാ തിരുവെഴുത്തുകളിലൂടെയും ആരെക്കുറിച്ചാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്? ഇതിലൂടെ മാതാവായ ദൈവം ഉണ്ടെന്ന് നമുക്കറിയുവാൻ സാധിക്കും. നാം പിതാവായ ദൈവത്തിന്റെ വെളിച്ചം ലോകത്തിലേക്ക് വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മാതാവായ ദൈവത്തിന്റെ വെളിച്ചത്തിന്റെ കാര്യമോ? നാം അത് വെളിപ്പെടുത്തുകയും വ്യാപകമായി അറിയിക്കുകയും വേണം. എല്ലാവരോടുമായി വെളിച്ചം ഇരുണ്ട സ്ഥലത്ത് മറഞ്ഞിരിക്കരുത്. ഇരുട്ടിനെ അകറ്റുവാൻ വെളിച്ചം എവിടെ സ്ഥാപിക്കണമെന്നാണ് യേശു പറഞ്ഞത്? അത് ഒരു പാത്രത്തിനടിയിൽ മറച്ചുവയ്ക്കുവാൻ അവിടുന്ന് നമ്മോട് പറഞ്ഞു. എല്ലാവരും അറിയേണ്ടതിന് അത് ഒരു വിളക്കുകാലിൽ തൂക്കിയിടുവാൻ അവിടുന്ന് അവരോട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇതെല്ലാം ദൈവഹിതമായതിനാൽ ദൈവത്തിന്റെ മക്കളായ, വെളിച്ചത്തിന്റെ മക്കളായ നാം എല്ലാവരും പിതാവിനെയും മാതാവിനെയും പ്രഖ്യാപിക്കുന്ന യെരൂശലേമിൽ കാവൽക്കാരായി മാറേണ്ടതല്ലേ? നമുക്ക് ആ രംഗം നോക്കാം. നമുക്ക് യെശയ്യാവ് 62-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് പോകാം. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെയിരിക്കയില്ല. യെരൂശലേം ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? യെരൂശലേം നമ്മുടെ മാതാവിനെ പ്രതിനിധീകരിക്കുന്നു. യഹോവയെ ഓർപ്പിക്കുന്നവരെ, നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളവും ഭൂമിയിൽ അതിനെ പ്രശംസാവിഷയമാക്കുവോളവും അവന് സ്വസ്ഥത കൊടുക്കുകയും വരുത്. ഇത് ദൈവഹിതമാണ്. ലോകത്തിൽ നമുക്ക് മഹത്വവും സ്തുതിയും ലഭിക്കേണ്ടതിനും അങ്ങനെ ലോകത്തിലെ അന്ധകാരത്തിൽപ്പെട്ട എല്ലാ ആളുകളും മുന്നോട്ട് വന്ന് ദൈവത്തിന്റെ ശരിയായ സത്യം അന്വേഷിച്ച് അവിടുത്തെ അടുക്കൽ വരും. രാത്രിയിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ഒരു വിളക്കുമാടത്തിൽ നിന്ന് വെളിച്ചം കാണുമ്പോൾ കരയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയും. പൂർണ്ണമായും ഇരുട്ടായിരിക്കുമ്പോൾ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ വേർതിരിച്ചറിയുവാൻ പ്രയാസമാണ്. അന്ധകാരത്തിൽ അവർ എവിടെയാണെന്ന് പോലും തിരിച്ചറിയുവാൻ കഴിയില്ല. എന്നിരുന്നാലും വിളക്കുമാടത്തിൽ നിന്ന് വെളിച്ചം പുറപ്പെടുമ്പോൾ വെളിച്ചം വളരെ അകലെയാണെങ്കിലും
ഞാൻ അതിൽ എത്തിയാൽ ഞാൻ ആ കരയിലെത്തും. ഇത് അവർക്ക് ഒരു പ്രോത്സാഹജനകമായ സൂചന നൽകുന്നു. 할 수 있구나. ദൈവം കിഴക്കിന്റെ വെളിച്ചമാണ്. 동방의 빛이십니다. അതുകൊണ്ട് വെളിപ്പാട് അധ്യായം 22 വാക്യം 17 പറയുന്നതുപോലെ ദാഹിക്കുന്ന ഏതൊരാൾക്കും ആത്മാവും മണവാട്ടിയും അവരെ വിളിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് നിത്യമായ സ്വർഗരാജ്യത്തിലേക്കുള്ള കുറുക്കുവഴിയായിരിക്കും. 지름길이 될 수 있습니다. ജെറുസലേമിന്റെ മതിലുകളിലെ കാവൽക്കാർ എന്ന നിലയിൽ നമ്മുടെ അയൽക്കാരോടും കുടുംബങ്ങളോടും എല്ലാ പരിചയക്കാരോടും പിതാവിന്റെ വെളിച്ചത്തെക്കുറിച്ചും മാതാവിന്റെ സത്യത്തിന്റെ വെളിച്ചത്തെക്കുറിച്ചും ജാഗ്രതയോടെ ശബ്ദമുയർത്തുവാനും വെളിപ്പെടുത്തുവാനും നമുക്ക് കടമയുണ്ട്. അങ്ങനെ അത് ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും വ്യാപകമായി വ്യാപിക്കും. 의무가 우리에게는 നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും വെളിച്ചമായ പിതാവായ ദൈവത്തെയും മാതാവായ ദൈവത്തെയും വെളിപ്പെടുത്തുവാൻ കഴിവുള്ളവരുമായി പകലിന്റെ മക്കളായി തീരണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. പിതാവും മാതാവും ദൈവസഭയിൽ ഉള്ളതിനാൽ അന്ധകാരത്തിന് ഒരിക്കലും അവിടെ സ്ഥാനം പിടിക്കുവാൻ കഴിയില്ല. ഈ ലോകത്ത് സിയോൻ അല്ലാതെ സത്യവും അസത്യവും വേർതിരിച്ചറിയുവാൻ കഴിയുന്ന മറ്റൊരു സ്ഥലമില്ല. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഞായറാഴ്ചയാണോ അതോ ശനിയാഴ്ചയാണോ ശബ്ബത്ത് എന്ന് വേർതിരിച്ചറിയുവാൻ കഴിയാത്തത്. പെസഹയാണോ ക്രിസ്തുമസ് ആണോ ദൈവത്തിന്റെ ജനങ്ങൾക്കുള്ള ഉപദേശം എന്ന് പോലും അവർക്ക് വേർതിരിച്ചറിയുവാൻ കഴിയില്ല. അതുപോലെ തന്നെ കുരിശ് ഒരു വിഗ്രഹമാണോ അല്ലയോ എന്ന് വേർതിരിച്ചറിയുവാനും അവർക്ക് കഴിയില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ അവിടുന്ന് നമ്മോട് പറഞ്ഞു. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ നാമം അവർക്ക് അറിയാത്തതിനാൽ അവർക്ക് അത് വേർതിരിച്ചറിയുവാൻ കഴിയില്ല. ആരെങ്കിലും വെളിച്ചത്തിൽ വസിക്കുന്നില്ലെങ്കിൽ അവർ എന്നേക്കും അന്ധകാരത്തിലായിരിക്കും. അന്ധകാരം ഭൂമിയെ മൂടുകയും കൂരിരുട്ട് ആളുകളുടെ കണ്ണുകളെയും ചെവികളെയും അന്ധമാക്കുകയും ചെയ്യും എന്ന് ബൈബിൾ പറയുന്നു. അത്തരം സാഹചര്യങ്ങളിൽ കിഴക്കിന്റെ വെളിച്ചം ഈ ഭൂമിയിലേക്ക് വരും. ഇത് പിതാവായ ദൈവത്തിന്റെയും മാതാവായ ദൈവത്തിന്റെയും വെളിച്ചമാണ്. അതിനാൽ ആത്മാവിനാലും മണവാട്ടിയാലും വിളിക്കപ്പെട്ടതിൽ അഭിമാനത്തോടും ബഹുമാനത്തോടും കൂടി 그런 긍지를 가지고 വെളിച്ചത്തിന്റെ മക്കളായ നാം വെളിച്ചത്തിന്റെ ദൂതന്മാരായി ഈ അന്ധകാര ലോകത്ത് വെളിച്ചം പരത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. 빛의 사자들이 다 되시 ഇതോടെ ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെയധികം നന്ദി.